CBSEയിലെ സ്റ്റേറ്റ് ചാമ്പ്യനാണ്. അങ്ങനെ രാജസ്ഥാൻ വരെ പോയി. നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ്, ഇത് ചിക്കൻ കട്ട്ലറ്റ് അല്ല, ട്യൂണ കട്ട്ലറ്റ്. അതെ പൊട്ടറ്റോ പൊങ്ങി നിക്കണോ. എന്റെ പൊട്ടറ്റോ. ഹലോ എവ്രി വൺ, വെൽക്കം ടു കുഞ്ഞീസ് വേൾഡ്. ഇന്നതാ നമ്മുടെ വീട്ടിലൊരു വേറൊരു അതിഥി വരാൻ പോവാണ്. നമ്മുടെ ഒക്കെ ഒരു അനിയനായിട്ട് നമ്മൾ കാണുന്ന സ്നേഹിക്കുന്ന കരുൺജി. എൻ്റെ പല വീഡിയോസിലും 1-2 വീഡിയോസിൽ അവനുണ്ട്. പക്ഷെ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞ് പോയിട്ടേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് കരുൺജിയാണ് കേട്ടോ. ഷൂസ് അകത്തിട്ടോ. നെറ്റ്ഫ്ലിക്സാ? നീ എന്തിനാണ് അപ്പുറത്ത് പോയി കാണുന്നത്? പറ്റില്ല, അത് പറ്റില്ല. ഇല്ല, നിങ്ങൾ പോയി കണ്ടിട്ട് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക്, ചേട്ടനും അനിയനും ഞാൻ പണി തരുന്നുണ്ട്. കട്ട്ലറ്റ് ഇത്ര ആയപ്പോഴത്തേക്കും അവൻ വന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ ബാക്കി പണി ചേട്ടനും അനിയനും കൂടെ ഉരുട്ടി തരാൻ പറയാം. അവർക്കുള്ള ചായയും കേക്കും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്ന് പുറത്ത് പോവാം. നമ്മൾ അന്ന് നട്ട പൊട്ടറ്റോ ഏത് പരുവമായിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പം നല്ല തണുപ്പായിരുന്നു ഈ ഒരു 2 ആഴ്ചയായിട്ട്. അതുകൊണ്ട് ചിലപ്പോൾ പൊട്ടറ്റോ ഒക്കെ അടി കിടന്ന് ചീഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ നമുക്കൊന്ന് പോയി നോക്കാം. ചീഞ്ഞു പോയിട്ടില്ലെങ്കിൽ കിട്ടുമല്ലോ. പറിച്ചോളി. അത് ബീൻസ് ആയിട്ട് വരും. അതിന്റെ അടിയിലൊന്നും ഉണ്ടാവൂല അതറിയാൻ പാടില്ല. വീഡിയോക്ക് വേണ്ടി ചിലപ്പോ കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് എടുത്ത് കെട്ടി വെച്ചേച്ചും. പറഞ്ഞോടാ, ഇത് രണ്ടും. അതേ പൊട്ടറ്റോ പൊങ്ങി നിക്കണോ. എന്റെ പൊട്ടറ്റോ. അയ്യോ ദേ വലിയ പൊട്ടറ്റോ. അയ്യോ എനിക്ക് അയ്യോ വീണു. ഇല്ല വീണില്ല. ദേ ശരിക്കും ഉണ്ട് കേട്ടോ. എനിക്ക് വയ്യ. അതെ. ഓ കരുൺജി കൊണ്ടോക്കോ. അത് കരുണിന് കിട്ടിയത് ഏറ്റവും വലുത്. ബാക്കിയൊക്കെ കുഞ്ഞാണല്ലോ. അതന്നെ ഫോട്ടോ എടുക്കൂലേ. ഇനി ആവില്ല. ഇനി അത് ഇതായി തണുപ്പായി. ഇതിന്റെ അടിയിലേക്കൊന്നുമില്ല. വേസ്റ്റ് ആണോ? അപ്പൊ ഇത്രേ ഉള്ളൂ. നോക്ക് നോക്ക്, അടിയിലേക്ക് കാണൂ കേട്ടോ. എന്നാ 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 ദേ 2 ഉണ്ട്. അയ്യോ വലിയ കാട്ടപ്പെട്ടിട്ടോ. എടാ പൊട്ടറ്റോടാ. ആടാ ഇവനെല്ലാം വലുതായിട്ടോ കിട്ടണേ. ഇവന്റെ കൈ കൊള്ളാം. ഞാൻ ഇത് കൊടുക്കണല്ലേ, മാറ്റി കൊടുക്കണല്ലേ. എനിക്കറിയാം എവിടെയാണ്. ഞാൻ പിടിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ആ അങ്ങടിയിലേക്ക് പോടാ. ഇവിടേക്കൊക്കെ വന്നു. ദേ ഇവിടെ എല്ലാം വലുതുണ്ട്. കണ്ടാ. അയ്യോ വന്നില്ല. പൊട്ടറ്റോ ഹണ്ടിങ് ആണ്. പൊട്ടറ്റോ പറച്ചില് മാത്രമേ ഉള്ളൂ. റോജിനൊന്നും കിട്ടുന്നില്ല കേട്ടോ. അതെന്റെ ബീൻസാ. കാലം കഴിഞ്ഞില്ലേ? ഇനി ഇല്ലേ? ഈ 2 പൊട്ടറ്റോ ആണ് ആദാട്ടത്. പോരേ ഇച്ചായ? അത് ഇച്ചാന് കിട്ടിയതല്ല, അത് കരുൺ മാന്തി ചേർത്തതാ. എടാ നീ ഒന്ന് മാന്തി നോക്കിയാടാ. നീ മാന്തിയാ ചെലപ്പോ കിട്ടൂടാ. പൊട്ടറ്റോ ഡിറ്റക്ടർ. സ്ട്രോബെറി ഹണ്ടിങ് ആണ്. വല്ലതും ഉണ്ടോന്ന് അറിയാൻ പാടില്ല. സ്ട്രോബെറി ഹണ്ടിങ്. ഒരു മിനിറ്റ്, അത് കഴുകിട്ട് ഇത് ചെയ്താ കേട്ടോ. കാരണം പുറത്ത് മണ്ണ് കിടക്കണല്ലോ. കണ്ടോ ഗൈസ് എന്റെ പൊട്ടറ്റോസ് എത്ര വലുതാണ് കരുൺജി കണ്ടുപിടിച്ചത്. ഇതൊക്കെ 1 2 3 4 5 6 7 8 9 10 11 12 13 എണ്ണമില്ല. വലുതുള്ള സ്ഥലം ഞാൻ കരുണ് മാറ്റി കൊടുത്താണ്. പിന്നെ ഇത്രയും കിട്ടി നമുക്ക്.
പൊട്ടാറ്റോസ് ഇങ്ങ് നോക്കണോ? നീ കണ്ടോ അതെ? ബിഗ് വൺസ് കിട്ടിയത് നമുക്ക്. ഇത് വലിയതെല്ലാം പപ്പ ഫൈൻഡ് ഔട്ട് ചെയ്താ അടിയുന്ന. ഇല്ലടാ, കരുൺജി ഫൗണ്ട് ഔട്ട് ചെയ്തതല്ല. പൊട്ടാറ്റോസ് ഹണ്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്കും കരുൺജിയും റോജിനും നല്ല ടയർഡായെന്നും പറഞ്ഞിട്ട് ചായയൊക്കെ കുടിക്കാൻ കേട്ടോ. എനിക്കും കൂടെ ഉള്ള ചായ അവിടെ ഉണ്ടെങ്കിലും ഞാൻ വേറൊരു പണിയുടെ തിരക്കിലായി പോയി, അതുകൊണ്ട് കുടിക്കാൻ പറ്റിയില്ല. അപ്പൊ ആ പണി എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗം ഒന്ന് കണ്ടാലോ. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞൂസ് വേൾഡില് ചേട്ടനും അനിയനും കൂടെ പരത്തി തരാന്നും പറഞ്ഞ് എന്നെ പറ്റിച്ച് ആ പണിയും എന്റെ തലയിലേക്ക് തന്നെ ഇട്ട് എനിക്ക് ഒരു ചായ പോലും കുടിക്കാൻ സമയം തരാതെ എന്നെ കൊണ്ട് പണി എടുപ്പിക്കുന്ന രംഗമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ലല്ലോ. താങ്ക് യു. അതെ അതെ, ഇവർക്ക് നല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്ന വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ എഴുതി വെച്ച പേപ്പർ മാറ്റി അവിടുന്ന്. എന്തിന്? അല്ലാതെ നോക്കിയല്ലേ പറഞ്ഞ? പോയേടോ. അപ്പൊ താഴേക്ക് നോക്കിയത് അവിടെ ഒരു പേപ്പർ ഞാൻ കഷ്ടപ്പെട്ട് ഉരുട്ടണ ഷേപ്പ് ആവാൻ വേണ്ടിട്ടാണ് താഴേക്ക് നോക്കിയത്. ഞാൻ അവിടെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇതാ ഇവർ 3 പേരും കൂടെ സോക്കറും ബാഡ്മിൻ്റനും ഒക്കെ കളിക്കുന്ന രംഗമാണ് കേട്ടത്. രാത്രി ആയതുകൊണ്ട് വെട്ടമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് എടുത്തത് ഇവർക്ക് കാണാൻ വേണ്ടിയിട്ട്. മിക്കവാറും ദിവസങ്ങളൊക്കെ വിചാരിക്കും കേട്ടോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷെ കുക്കിങ്ങിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ മടി പിടിക്കും കേട്ടോ പതിവ് പോലെ. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഗസ്റ്റ് ആയിട്ട് വിളിക്കണം, അതും അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യണം ഇന്ന സാധനം ഇന്ന് കഴിക്കണം എന്നുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ്. അതുകൊണ്ട് തന്നെ റോജൻ പറയും ഒന്നെങ്കിൽ തോന്നിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് ആയിട്ട് വിളിക്കുക എന്നുള്ളത്. അതെ, ഞങ്ങളുടെ പൂന്തോട്ടത്തിലെ സ്ട്രോബെറി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും. കുഞ്ഞാക്കല്ലാണ്ട് വേറെ ആരും കഴിച്ചില്ല. ആ ഇവള് കൂടുതൽ നല്ലല്ലേ. ഇനി മറ്റേ ഇലയുള്ളത് അപ്പയുടെ അമ്മയുടെ വീട്ടിലെ സ്ട്രോബെറി, അതൊന്ന് കഴിച്ചു നോക്കൂ. ഏതാണത് ജനുവിനും അഭിപ്രായം പറഞ്ഞേ? കുഞ്ഞൊന്നും പറയില്ല, പക്ഷെ മറ്റേതല്ല നല്ല അടിപൊളി. എന്റെ അല്ലേ നല്ലത്? ഓ, അപ്പയുടെ അമ്മയുടെ അല്ലേ നല്ലത്? കൂട്ടില്ലാട്ടാ. നമ്മുടെ ആസ്ഥാന ആർട്ടിസ്റ്റ് കരൺജി ആയിരൂന് വരയ്ക്കുന്ന. അതെ, അരുണിന് വരയ്ക്കുകയാണ് കേട്ടോ അവൻ. ഞാൻ ജസ്റ്റ് സൈഡിൽ കൂടെ കണ്ടത്, നന്നായിട്ടുണ്ട്. കരണ്ട് എളിമച്ചിരി അയറൂട്ടി ഇരുന്നിരുന്നിരുന്ന് ഉറക്കി വന്ന കരൺജിന്ന് നോക്ക്, ഇത് പൈസ ഇത് പോവും കേട്ടോ. അങ്ങനെ നമ്മുടെ കരൺജിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. നമുക്ക് ഒന്നിന്ന് കണ്ടാലോ. ഇത് നമ്മുടെ ട്യൂണ കട്ട്ലറ്റ്, ഇത് നമ്മുടെ മോരുകറി. ഇതാ കണ്ടോ, ചട്ടിയിലിട്ട മോരുകറി, ചട്ടിയിൽ ഒഴിച്ച മോരുകറി. ഇത് നമ്മുടെ ഹിറ്റായ ചിക്കൻ റോസ്റ്റ്, കുഞ്ഞൂസ് വേൾഡിൽ തന്നെ ഹിറ്റായ. ഞാൻ എപ്പോ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലും നല്ലതാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്താമണി ചിക്കൻ. എനിക്ക് വയ്യ, നീ ഭാഗ്യവാനേടാ. സുരേഷ് ഗോപി പാരന്റ് എടുക്കണ്ട ചിന്താമണി എന്ന് പറയുമ്പോ. ഇത് നമ്മുടെ വെള്ളരിച്ചോറ്. എന്നെ ചോറ? കുത്തരിച്ചോറ് അല്ലല്ലോ, വെള്ള ചോറ്. ഇല്ല, കുഞ്ഞുപെണ്ണ് ആകെ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനൊക്കെയാന്ന് അറിയാവടാ? ഇല്ല, ഈ പെറ്റുകളില്ലേ, പെറ്റുകളെയാണ് കുഞ്ഞുപെണ്ണ് ഇത്രയും കാര്യമായിട്ട്. ആശാന് വൃത്തിയില് അതിലൊരു ഹാർട്ടൊക്കെ വന്നേ, കാരണം വിത്ത് ലവാണ്. എന്നിട്ട് ഇത് ഉണ്ടോ വന്നില്ലല്ലോ. കുഞ്ഞുണ്ടാക്കുമ്പോ സാധാരണ ഉണ്ടയുള്ളവരാണ്. ആ ശരി, അത് ഉണ്ടേണ്, അതൊരാ ഉണ്ടാട്ടാ. തോൽവികൾ ഏറ്റുവാങ്ങാൻ കുഞ്ഞു. ഞാൻ പല ഷേപ്പും ട്രൈ ചെയ്യും. റൗണ്ട് ട്രൈ ചെയ്യും, സ്ക്വയർ ട്രൈ ചെയ്യും, റെക്ടാങ്കിൾ ട്രൈ ചെയ്യും, ഓവൽ ട്രൈ ചെയ്യും. ഹാർട്ട് മാത്രമേ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനിവിടെ ചട്ടിയില്ല മറിച്ചിടാനൊന്നും. നിങ്ങൾക്കൊക്കെ നിങ്ങൾ കഴിക്കണ്ടാട്ടോ, ഇനി കഴിച്ചു കൊടുത്തിട്ടോ എന്റെ കട്ട്ലറ്റ്. എന്റെ പാത്രം കണ്ടു വെച്ചാൽ എനിക്കങ്ങ് കൊതിയാവണം. എനിക്ക് ഇതേപോലത്തെ 3-4 പാത്രം മേടിച്ചു വെച്ചാ പ്ലീസ്. എന്റെ ദൈവമേ, എന്റെ കൊച്ചിനെ എന്നാണോ നീ ചെയ്യണേ? ചിന്താമണി ചിക്കനും ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറ. അതെന്റെ റെസിപ്പി അല്ല, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. അത് വല്ലോരുടെ റെസിപ്പി അല്ലേ. റോബോട്ടും പറഞ്ഞ അടിപൊളിയാണ്. അതെന്നെ വന്ന വഴി ക്യാമറ ട്രൈ വന്നൊക്കെ ചോദിച്ചാൽ ഒരെണ്ണം ട്രൈ ചെയ്തിട്ട് വന്നു. പക്ഷെ ഭയങ്കര ഇതാന്ന് പറഞ്ഞു. ഐറൂട്ടി
കരുൺജീനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഭയങ്കര ആലോചനയിലാ അവിടെ. CBSE സ്റ്റേറ്റ് ചാമ്പ്യനാണ്. അങ്ങനെ രാജസ്ഥാൻ വരെ പോയി അല്ലേ? പത്രത്തിലും വന്നിട്ടുണ്ടോ? ഇത് ദൈവമേ, എനിക്ക് വയ്യ. ആ പത്രത്തിൽ വരെ വന്നിട്ടുണ്ട്. രാജസ്ഥാൻ മരുഭൂമിയിൽ പോയി കളിച്ച് ജയിച്ച ആളാണ്. അവിടെ തോറ്റോ? സാരമില്ല. കേരള സ്റ്റേറ്റ് ചാമ്പ്യനാണ് ഇവിടെ നമ്മുടെ മുന്നിലിരിക്കുന്നത്. ആരോടാണ് മത്സരിക്കുന്നത്? കുഞ്ഞുവിനോട് മാത്രം മത്സരിച്ച് ജയിച്ച് അഹംഭാവത്തോടെ ഇരിക്കുന്ന റോജിനോട്. കുഞ്ഞുവിനോട് മാത്രമേ റോജൻ കളിച്ച് ജയിച്ചിട്ടുള്ളൂ. കുഞ്ഞു പിന്നെ തോറ്റ് തരുന്നതാണ്. കുഞ്ഞുവിന് കളിക്കാൻ അറിയാം കേട്ടോ. കുഞ്ഞു 4th ഇയറിൽ പ്രൈസ് മേടിച്ച ആളാണ്. കുഞ്ഞുവിന്റെ പ്രൈസാണ് അവിടെ, അല്ല അത് ക്യാരംസിന്റെ ആയിരുന്നു, സോറി. ചെസ്സിന് പ്രൈസ് കിട്ടിയില്ലടാ. ഒന്ന് പോടോ. പക്ഷെ കളിക്ക് ടഫാണോടാ റോയിച്ചൻ? അതെ, സമയം കളയൂടാ. എനിക്ക് എങ്ങനെയാണെന്നറിയോ, എനിക്ക് പെട്ടെന്ന് കരുക്കൾ നീക്കണം. ഈ മനുഷ്യന് 1 മണിക്കൂർ എടുത്താൽ ഒരു കരു നീക്കണം. ദേഷ്യം വരും. അതെനിക്കറിയാടാ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പക്ഷെ പെട്ടെന്ന് നീക്കും. ഇത് അങ്ങനെയല്ല, ഇത് ചിന്തിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ, നീക്കത്തില്ല. പേടിയാ നീക്കാൻ. എന്താ റോയിച്ച ഒന്നും പറയണല്ലേ? ശരിക്കും അങ്ങനെയാ. ശരിക്കും അങ്ങനെയാ. കളിയുടെ ആ പര്യവസാനത്തിൽ ഇച്ഛൻ തോറ്റതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട്, കാരണം വേറെ വഴിയില്ല. ഒരു ആനയുണ്ട്, അല്ല സോറി, ഒരു മന്ത്രിയുണ്ട്, ഒരു രാജാവുണ്ട്, 4-5 പടന്മാരും ഉണ്ട്. ഇനി അങ്ങനെ പറഞ്ഞാ മതി. അങ്ങനെ സ്റ്റേറ്റ് ചാമ്പ്യൻ നമ്മുടെ വീട്ടിലെ ചാമ്പ്യനെ തോപ്പിച്ച്. ജയിച്ചു. റോയിച്ചിന്റെ സ്വപ്നമാണ് റോയിച്ചൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എനിവേസ് ഇനിയിപ്പം അടുത്ത പാട്ട് അതവിടെ ജോലി സ്ഥലത്ത്. അപ്പൊ ഇനിയിപ്പോ നമ്മളിതാ ഒരു മൂവിയൊക്കെ കാണാൻ പോവാണ്. കാര്യം 10:30 എന്നാലും നമുക്ക് കാണാം അല്ലേ? കുഴപ്പമൊന്നുമില്ല. സുമതി വളമാണ് കാണാൻ പോകുന്നത്. രാത്രി കാണാൻ പറ്റിയ മൂവി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കരുൺജി തിരിച്ച് വീട്ടിലേക്ക് പോകണ. സുമതി വളവ്, ആ വളവൊക്കെ തിരിയുന്നൊക്കെ നോക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.